ഞാൻ 7 മണിയായപ്പോ ഒരുങ്ങി കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്ന ഭയങ്കര ചീസിയാണ്. 12 മണി കിടന്നുറങ്ങി ബാക്ക്ഗ്രൗണ്ട് ഗല കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വാവുമായിട്ടുണ്ട് മാഡം. നമുക്ക് ബ്ലൂ മോസ്കും പിന്നെ ഹാഗിയ സോഫിയയും പിന്നെ ബെസേലിക്ക സിസ്റ്റേണും ഒക്കെ കവർ ചെയ്യാനാണ് പ്ലാൻ. അവിടെ ചെല്ലുമ്പോ അറിയാം വലിയ ക്യൂ ആണോ എന്താണെന്ന്. എന്താണെങ്കിലും ഇപ്പൊ ഞങ്ങൾ ഇറങ്ങും. 6:30 അടയ്ക്കും ഈ സാധനങ്ങളെല്ലാം. നമ്മളെല്ലാരും കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഹോം ടൂർ ചെയ്തില്ല. ഇവിടുത്തെ രാജാവൻ രാജ്ഞി കിടക്കുന്ന സൂട്ട് റൂമില്. അതെ, ഞങ്ങളുടെ റൂം നോക്കൂ എത്ര വൃത്തിയാണെന്ന്. ഇതാണ് ഞങ്ങളുടെ റൂം. അതെ, നല്ല വൃത്തിയുള്ള റൂമാണ് ഞങ്ങളുടെ. ഒരു ചെറിയ ലിഫ്റ്റിലാണ് ഇത്രയും പേര് കയറി ഇടിച്ചു കുത്തി നിൽക്കുന്നത്. വെറും മടി കൊണ്ട് 2 പ്രാവശ്യം പോവാൻ. നല്ല ചുമന്നിരിക്കുന്ന മൾബറി കേട്ടോ. ഇല്ലണ്ടാ അങ്ങനെ നമ്മള് പകുതി റോഡെത്തി. ഇനി മേലോട്ട് വീണ്ടും കിടക്കാം. കണ്ടില്ലേ? അല്ല, നമ്മൾ ഇതുവഴി ബസ് പോകുന്നുണ്ട്. നമ്മളെല്ലാരും ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഇതുവരെ 4 സ്റ്റോപ്പേ കഴിഞ്ഞുള്ളൂ. അതെ, മെട്രോ ബസ്. നമ്മളിപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുവാണ്. ഞാൻ നിങ്ങളെ ബ്ലോക്ക് കാണിച്ചില്ലേ? ഇതുകൊണ്ടോ, ഇതെല്ലാം വണ്ടികൾ ഇങ്ങനെ കിടക്കുവാണ്. സോ ഇതുവരെ ആകെ 4 സ്റ്റോപ്പേ ബസ്സിലിരുന്നിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. റോഡിലെല്ലാം ഭയങ്കര ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിൽ ബസ്സിൽ പോകുന്നതിൽ എളുപ്പം നമ്മൾ നടന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലൊക്കെ എത്തി കാർഡൊക്കെ റീചാർജ് ചെയ്ത് നമ്മൾ മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഫസ്റ്റ് നമ്മൾ ബ്ലൂ മോസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലൂ മോസ്കിലെത്തി. ആ കാണുന്ന എൻട്രൻസ് പ്രേയറിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾക്ക് വിസിറ്റേഴ്സുള്ള എൻട്രൻസ് അങ്ങോട്ട് പോകണം. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. ഇതിൽ ഷോളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് തലയിലിടണം. ഇത് പ്രേയർ ടൈമിലെല്ലാം ക്ലോസ് ചെയ്യും. നമ്മൾ വിചാരിച്ച അത്ര ക്യൂ ഇല്ല കേട്ടോ. നമ്മൾ വിചാരിച്ചു ഭയങ്കര ക്യൂ ആയിരിക്കുമെന്ന്. പക്ഷെ അത്രത്തോളം ക്യൂ ഒന്നും ഇല്ല. ഇതിനകത്താണ് കാണാൻ സാധിക്കുന്നത്. പ്രശ്നമില്ല കേട്ടോ. ഷോർട്സ് പ്രശ്നമില്ല. ഇറക്കി വിട്ടില്ല ആന്റണിയെ. പക്ഷെ നമ്മൾ തലയിൽ തുണി ഇടണം. അതില്ലെങ്കിൽ അവിടുന്ന് ഇവിടെ നമ്മൾ ഇതൊന്നും കൊടുക്കണ്ട. എന്താ, ഈ ഷോള് വാങ്ങിക്കാൻ വേണ്ടി കാശൊന്നും കൊടുക്കണ്ട. ഫ്രീ ആയിട്ട് തന്നെ തരും. പിന്നെ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് അവിടെ ഇട്ടാൽ മതി. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഷൂ ഒക്കെ ഊരണം. ഇതാണ് മോസ്കിന്റെ അകത്തെ വ്യൂ. നമുക്ക് ഷൂസൊക്കെ ഇവിടെ വെക്കാം. സോ ഇവിടെ വെച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോയി കാണാം. രാത്രി 6:30 വരെ ഉള്ളൂ.
ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒന്നും ഇരിക്കാനൊന്നും പാടില്ല. ഇവിടെ ഇപ്പോഴും നിസ്കാരമൊക്കെ ഉള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഷൂസ് ഇട്ടൊന്ന് കയറണമെന്ന് ഇവർ പറയുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. ഇത്രയൊക്കെയാണ് ഈ മോസ്കിനകത്ത്. ഈ ടൈൽസ് ഒക്കെ ബ്ലൂ കളറാണ് കേട്ടോ. പിന്നെ എന്താ ഇവിടെ എൻട്രി ഫ്രീ ആണ്. സോ നമുക്കിനി ഷൂസൊക്കെ എടുത്ത് തിരിച്ചിറങ്ങാം. എൻ്റെ ഷൂസ് കിട്ടി. നമ്മളപ്പം ബ്ലൂ മോസ്കിൽ ഇറങ്ങി. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഹാഗിയ സോഫിയ. ഇനി നമ്മൾ ബസലിക്ക സിസ്റ്റേണിലോട്ടാണ് പോകുന്നത്. അത് 700 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സിസ്റ്റേണാണ്. അത് ഈ ടർക്കി ഈ സിറ്റി ഉണ്ടല്ലോ, ഇതിൻ്റെ അണ്ടർനീത്തിലാണ് ആ ഒരു സിസ്റ്റേൺ ഉള്ളത്. ഒരു കാലത്ത് ഈ ടർക്കിയിൽ ഫുള്ള് വാട്ടർ റിസർവോയർ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ഒരു സിസ്റ്റേണിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കതെല്ലാം ഇനി പോയി കാണാം. ചെറിയൊക്കെ വാങ്ങിച്ചു. ഇവിടെ ചില റേറ്റ് കൂടുതലാണ് കേട്ടോ. ഇവിടെ 200 ലിറയാണ് ഇത്ര ഉള്ള ഒരു. അതെ, അതിന് നമുക്ക് 2 കിലോ കിട്ടും. നമ്മുടെ ഓസ്ട്രിയയിലും ഇവിടെ അല്ല. നമ്മളിതെല്ലാം കഴിച്ച് പതിയെ പ്ലെയിൻ ആയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ. ഇത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഇതിൽ നമ്മൾക്ക് ന്യൂട്രല ഫില്ലിങ് അതേപോലെ ചീസ് ഫില്ലിങ്ങും ആയിട്ട് 2 നമ്മൾ വാങ്ങിച്ചു. ന്യൂട്രല ഫില്ലിംഗ് ആണ് ഇച്ചിരി നല്ല. ചീസ് ഭയങ്കര ചീസിയാണ്. പക്ഷേ ടേസ്റ്റ് ഫിനിറ്റ് ന്യൂട്രല ഫിനിറ്റ് ചീസ് ഫിനിറ്റ്. ബസലിക്ക സിസ്റ്റേണിൽ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ടിക്കറ്റ് ഉണ്ട്. അതിന് ഏകദേശം 2 പേർക്കും കൂടെ കൂടിയിട്ട് 31.83 യൂറോസ് ആണ് ആയത്. ഈ സിസ്റ്റേണിൻ്റെ അകത്തുള്ള തൂണുകളുടെ എണ്ണം എത്രയെന്നറിയുമോ? 336 മാർബിൾ തൂണുകളാണുള്ളത്. ഓരോന്നിൻ്റെയും ഉയരം തന്നെ 9 മീറ്ററോളം ഉണ്ട്. ഇവിടെ ലൈറ്റ് ഷോസും അതേപോലെ ചില മ്യൂസിക്കൽ ഷോസൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഒരുപാട് ഡോക്യുമെന്ററീസും ഫിലിംസും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ 2 തൂണുകളിൽ 2 മെഡൂസകളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് ദാ ഇതുപോലെ വശത്തേക്കും മറ്റൊന്ന് തല കീഴായുമാണ്. മെഡൂസയുടെ പവർ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് കേട്ടോ കഥകളിൽ പറയുന്നത്. ഇനി നമുക്ക് വെള്ളോട്ട് ഇറങ്ങാം. ഇത് വേർത്ത് വിസിറ്റിംഗ് ആണ് കേട്ടോ. 1 ടൈം ഒന്ന് വിസിറ്റ് ചെയ്യാൻ നല്ലതാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വെള്ളോട്ട് ഇറങ്ങാം. നമ്മളിപ്പം ഗലാട്ട ടവറിലോട്ട് നടക്കുവാണ്. എനിക്കൊരു തൊണ്ടയ്ക്കൊക്കെ ഒരു ചെറിയ കരികരിപ്പ് പോലെ തോന്നുന്നു. ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടോ എനിക്കൊന്ന് അങ്ങോട്ടേക്കാണ് കയറേണ്ടതെന്ന് തോന്നാണോ? ഇതുവരെ ദൂരം കുറവുണ്ട്, അതിലെ ദൂരം കൂടുതലുണ്ട്. എന്നാ പിന്നെ ഇതിലേ പോകാം. എല്ലായിടത്തും ഇങ്ങനെ കയറ്റവും പടികളുമാണ്. നടന്ന് നമ്മൾ മടുക്കും.
ഗലാട്ട ടവറിലോട്ട് പോകാൻ വേണ്ടി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതാണ്. ഇതേപോലത്തെ ചെറിയ സ്ട്രീറ്റാണ് കേട്ടോ നമ്മള് ടവറിലോട്ട് പോകുന്നത്. എന്നെ അണയ്ക്കുന്നു. പിന്നെ ഇങ്ങനെ സോവിനിയേഴ്സ് ഒക്കെ കിട്ടും. പിന്നെ ബാഗ്സ്, ഹാൻഡ് മെയ്ഡ് ബാഗ്സ് ഒക്കെയാന്ന് തോന്നുന്നു. ഗലാട്ട ടവറിൻ്റെ ടോപ്പിൽ കയറിയാൽ നമുക്ക് 360 ഡിഗ്രി കംപ്ലീറ്റ് വ്യൂ കിട്ടും. പക്ഷെ അതിനും എൻട്രി ഫീ ഉണ്ട്. ഐ തിങ്ക് 25 യൂറോ ആണ് ഇതിൻ്റെ ടോപ്പിൽ കയറുന്നത്. അതിൻ്റെ ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെയൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സും അതേപോലെ ഷോപ്പിങ്ങിനായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട്. $67 meters ഹൈറ്റ് ഉണ്ട് ഈ ഗലാട്ട ടവറിന്. സൺസെറ്റിൻ്റെ നല്ല അടിപൊളിയോടുള്ള വ്യൂ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പിൽ കയറുന്നത് വേർത്താണ്. ഗലാട്ട ടവർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയിട്ടുന്ന ഒരു ഐറ്റമാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്ക് വാങ്ങിയിട്ട് ഗലാട്ട ടവറിനെ ഫേസ് ചെയ്ത് നിന്ന് നമ്മൾ കഴിക്കണമെന്നുള്ളത്. അപ്പം ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കുറച്ച് ബാക്കി അവിടെ പോയി അത് ഇട്ട വഴി പോയതായിരിക്കും. തലയും കുത്തി വീണത് കൊണ്ടൊരു ഇതില്ല, ഭംഗിയില്ലതാണ്. സാൻ സെബാസ്റ്റ്യൻ അനു സെബാസ്റ്റ്യൻ തുറക്കുകയാണ്. എന്നെ കുറച്ചു നേരം കഴിപ്പിച്ച് നിനക്ക് വേണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വീഴുവെന്നൊക്കെ പറയുന്നത്. ഇതാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ. കാണാൻ ഒരു ഗുമ്മില്ല. ആൾക്കാർ വിചാരിക്കും കൃഷ്ണപ്രിയ എത്ര സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. 3 ക്യാമറ. ബംഗാളി ഡിഷ് 1 മില്യൺ അടിച്ച ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ എനിക്ക് വേഗം മനസ്സിലാവും. നോക്കട്ടെ, പറയുന്ന അത്ര ടേസ്റ്റ് ഉണ്ടോ കുറച്ച് പറഞ്ഞ മാഡം. വിത്ത് ബാക്ക്ഗ്രൗണ്ടിലുണ്ട് കേട്ടോ. വിത്ത് ബാക്ക്ഗ്രൗണ്ട് ഗലാട്ട ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വാവുമായിട്ടുണ്ട് മാഡം. ഓക്കെ, ഉള്ളൂ അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ല. നിങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എത്ര ഒരു സ്ലൈസിന്? എത്ര ഒരു സ്ലൈസിന് 260 ഇതോടെ കൂട്ടി കഴിക്കണം. ഇത് അതിന്റെ മറ്റേത് ജസ്റ്റ് 3 മാത്രമാണ് താഴെ. ഓക്കെ, ഭയങ്കര മധുരം. ജസ്റ്റ് അത്ര ഒരു വലിയതൊന്നും പറയാനില്ല. ചുമ്മാ ഇൻസ്റ്റാഗ്രാം വഴിയായി. പിന്നെ ഈ തൊട്ടടുത്തായതുകൊണ്ട് പൈസ ഭയങ്കര മധുരം. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളയല്ലേ? വെള്ളയിൽ ഞാൻ ഉദ്ദേശിച്ച് ക്രീം ഒഴിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ ഉണ്ട് കേട്ടോ. അത് ഈ തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് ആൾക്കാർ മേടിക്കുന്നത് ഭയങ്കര മധുരമാണ്. കേരളത്തിൽ വില്ലനായിരിക്കുന്ന ആരലിപ്പുത ഇസ്താൻബുളിലുണ്ട്. നമ്മൾ നോക്കുന്നേയില്ല. നമ്മളിപ്പം ഈ ഒരു ബ്രിഡ്ജിന്റെ താഴെക്കൂടാണ് നടക്കുന്നത്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാം. ഇവിടെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷിന്റെ പല വെറൈറ്റീസ് ആയിട്ടുള്ള ഡിഷസ് ഒക്കെ കിട്ടും. മണം നമ്മുടെ ഫിഷിന്റെ ഉടുമ്പ് മണമൊക്കെ ഉണ്ട് ഇതിൽ നടക്കുമ്പോൾ. ഈ ബ്രിഡ്ജിൻ്റെ മേളിൽ നിന്ന് മീൻ പിടിക്കുന്നതാണ് ദാ ഈ കാണുന്നത്.
നമ്മളപ്പം ഹാഫിസ് മുസ്തഫയുടെ ഫേമസ് ആയിട്ടുള്ള ടർക്കിഷ് ഡിലൈറ്റ്സ് കിട്ടുന്ന ഒരു ഷോപ്പിൽ വന്നു. ഇവർക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഫ്രാഞ്ചൈസിയിലുള്ളത് ഈ ഹാഫിസ് മുസ്തഫയുടെ. അപ്പം നമ്മളിതാ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഞങ്ങൾ വേറെ ഒരു ചെറിയ ബോക്സിൽ എടുക്കുന്നുണ്ട്. അതിന്റെ ടേസ്റ്റ് ഒക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അതാ ഇതൊക്കെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് അതെ. ഓക്കെ ബൈ. നമ്മളിവിടെ ഒരു പെട്ടിക്കടക്കകത്ത് കയറി ഇരിക്കുകയാണ്. അവര് കൂട്ടിപ്പോയപ്പോ 1 മണിക്കൂറായി ഞങ്ങളിവിടെ ബസ് നോക്കി നിൽക്കുന്നു. മട്ടത്തും അതൊക്കെ അനക്കാൻ മേല. എങ്ങനെ ബസ് കയറി ഇരിക്കുന്ന അറിയത്തില്ല. മടുത്തു തീരെ മേല. 1 മണിക്കൂറായി. അല്ല ബസ് ശരിക്കും ടൈം ടേബിളിൽ ഇപ്പൊ ഉണ്ട് 5 മിനിറ്റ്, പക്ഷെ വരുന്നില്ല. ട്രാഫിക്ക് പെട്ടിരിക്കുക. ഭയങ്കര വേസ്റ്റ് ഓപ്ഷൻ.